അടാടപ്പയ്യ അഴകിതയ്യ ഉടലിതൊന്നായി ഒഴുക ഒരു കുറിവാ. സിതാര ഒരുപക്ഷെ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സൗന്ദര്യബോധത്തിന് ഇടയിൽ എവിടെയോ നന്നായിട്ട് പെട്ടിട്ടുണ്ട്. പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സ്പേസ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കണം ഈ മലയാളിയുടെ സൗന്ദര്യബോധം, സൗന്ദര്യ സങ്കല്പം എന്നൊക്കെ പറയണതിൽ ഫിറ്റിനാവുക എന്ന് പറയണത് അതിൻ്റെ ഒരു ആവശ്യം പോലും ഉണ്ടെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഉണ്ടാക്കിയെടുത്തതാണ്. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാച്ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു ഈ വസ്ത്രം ഞാൻ ഇന്ന് എന്തിനു ധരിക്കണം എന്നൊക്കെ ചോദിച്ച് ആ ഒരു എഫർട്ട് എടുക്കാനുള്ള ഒരു മടി കൊണ്ടല്ല, അല്ലാണ്ട് എനിക്ക് അഭിപ്രായം ഇല്ലാത്തതുകൊണ്ടല്ല. മിക്ക ദിവസവും ഞാനിങ്ങനെ ഡ്രസ്സിങ് റൂമിൽ നിന്നിട്ട് പറയിച്ചത് ഇന്ന് എന്തിനാണ് ഇങ്ങനത്തെ ഒരു വേഷം ആലോചിക്കാറുണ്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. സായിയൊക്കെ പറയും ഞങ്ങളുടെ ടീച്ചേഴ്സ് തിരുവാതിര കളിച്ചു അമ്മയുടെ പാട്ടിലെന്നൊക്കെ പറയുന്നത് എനിക്കൊരു സന്തോഷം തോന്നാറുണ്ട്. ഓണം വരുമ്പോൾ, വിഷു വരുമ്പോൾ വേഷ്ടി കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചന്ദനക്കുറി തൊടുക, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. ഇതൊന്നും അല്ല ഇവിടുത്തെ. നമ്മൾ റൂട്ട്സിലേക്കോ പിന്നാമ്പറത്തേക്കോ പോയി കഴിഞ്ഞാൽ ഇതൊന്നുമായിട്ട് ഒരു ബന്ധവുമില്ല. ഈ പറഞ്ഞ മാതിരി അതിൻ്റെ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ, അവിടെ ആര് ഭരിക്കുന്നു, ഇതൊക്കെ ഇങ്ങനത്തെ മ്യൂസിക്കിനെയും ആർട്ടിനെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഘരാനകൾ എന്ന് പറയില്ല, അല്ലെങ്കിൽ ബാണികളുണ്ട് ഇവിടെ. അതിൻ്റെയൊക്കെ ഈ അതിർവരമ്പുകളൊക്കെ കുറച്ചുകൂടി നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. പൂമാതെ പൊന്നമ്മ പാട്ടേട്ടാല്, പൂമാതെ പൊന്നമ്മ പാട്ടേട്ടാല് കരയുന്ന കുഞ്ഞും അണിഞ്ഞുറങ്ങും, കരയുന്ന കുഞ്ഞും അണിഞ്ഞുറങ്ങും. എല്ലാത്തിലുള്ളത് ഒരേ നോട്ട്സ് തന്നെയാണ്. നമ്മൾ ഈ പ്രകൃതിയിൽ കേൾക്കുന്ന ശബ്ദവും നമ്മൾ വെറുതെ ഒരു കുഞ്ഞു പാടുമ്പോഴും ഇതിലൊക്കെ ഉള്ളത് നോട്ട്സ് തന്നെയാണ്. അതിന് ഇന്ന ആൾക്ക് അവകാശപ്പെട്ടതെന്നില്ല. അത് എല്ലാത്തിൻ്റെ, അത് പ്രകൃതിയിൽ നിന്ന് നമ്മൾ കിട്ടിയിട്ടുള്ളതാണ്. പ്രണയമിതാണു ഉണരുക നീ മനസ്സേ, മറുകര ഇനി എവിടെ, എട്ടുമറി തന നടക്കോ ചിവരിക്ക് എവരെനക്കോ. പേടിയുണ്ടോ? എന്തിനാ നമ്മൾ പേടിക്കേണ്ടത് എന്നുള്ളതാണ്. അവസരങ്ങളില്ലായ്മേനാണോ? തടുപറി കഥയെട്ടുക്കോ. എന്തുകൊണ്ടാണ് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിലേക്ക് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്? ക്യാരക്ടേഴ്സിൻ്റെയോ സന്ദർഭങ്ങളുടെയോ ഒക്കെ കെട്ടുപാടുകളില്ലാത്ത ഒരുപാട് ഈണങ്ങൾ മനസ്സിലുണ്ടായിരിക്കും. കൺകൾ നീയേ കാറ്റും നീയേ. നമ്മൾ കേൾവിയിലും കാഴ്ചയിലും ശ്രമകരം എന്ന് തോന്നുന്നതായിരിക്കില്ല സത്യത്തിൽ ബുദ്ധിമുട്ട്, ശ്രമകരമായിട്ടുള്ളത്. അതൊരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ ആനും നീയേ ഊനും നീയേ ഉയരും നീ. സിതാര കൃഷ്ണകുമാറാണ് നമുക്കിപ്പോൾ. ഹായ്, നമസ്കാരം. നമസ്കാരം. ഈ മോഹമുന്തിരി വാറ്റിയ രാവ്, സ്നേഹരതിയുടെ രാസനിലാവ്, ബി കെ ഹരിനാരായണനും ഗോപി സുന്ദറും രണ്ട് വ്യക്തികളും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അടടപ്പയ്യ എന്ന് തുടങ്ങിയിട്ട് ആ സാധനം കേൾക്കാൻ എനിക്ക് ഭയങ്കര കൊതിയാണ്. നമുക്ക് അവിടെ തുടങ്ങിയാലോ? മോഹമുന്തിരി വാറ്റിയ രാവ്, സ്നേഹരതിയുടെ രാസനിലാവ്, ഹൃദയരാഗം ചിറകിൽ വിരിയും മധുരവീഞ്ഞിൻ ശലഭം വരവായി, അടാടപ്പയ്യ അഴകിതയ്യ ഉടലിതൊന്നായി ഒഴുക ഒരു കുറിവാ. ഇത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ നിങ്ങൾ സ്റ്റേജ് കംപ്ലീറ്റ് ഇങ്ങനെ ഇളകി മറിയുന്ന ഒരു ഫീലാണ് ഉണ്ടാവുക. ഒരുപക്ഷെ അങ്ങനെയായിരിക്കും കയ്യിലെടുത്തിട്ടുണ്ടാവുക. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, ഈ ഔസേപ്പച്ചൻ സാറിൻ്റെ ഒരേ കടലിലെ ബോംബെ ജയശ്രീ പാടിയിട്ടുള്ള പ്രണയസന്ധിയൊരു വെൻ സൂര്യൻ്റെ, അതിൽ വാർ തിങ്കൾ എന്ന് പാടുന്ന സമയത്ത് അവരുടെ ഒരു ഹസ്കി വോയിസ് വരുന്നുണ്ട്. എനിക്ക് ഈ വോയിസുമായിട്ട് ഭയങ്കര സിമിലർ ആയിട്ട് തോന്നിയിട്ടുണ്ട് സിതാരയുടെ വോയിസ്. ചില സമയത്തൊക്കെ നമുക്ക് തോന്നും അനുരാധയുടെ വോയിസുമായിട്ട് ഭയങ്കര സിമിലർ ആണെന്ന് തോന്നും. ചിലർക്കൊക്കെ ഒരുപക്ഷെ ചിത്രചേച്ചിക്ക് ശേഷം ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള, ക്യൂട്ടായിട്ടുള്ള, സ്വീറ്റായിട്ടുള്ള ഒരാളാണ് സിതാര. അപ്പോൾ സിതാര ശരിക്കും ആരാണെന്ന് ഞാൻ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ഇത്രയൊക്കെ അഭിപ്രായം ഒരുപക്ഷെ ഉണ്ടാക്കുന്നത് എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഭയങ്കര രസമായിട്ട് ആളുകളോട് പറയുകയാണ്, സംവദിക്കുകയാണ്. അതുകൊണ്ടായിരിക്കുമോ ഇത്രയും ആക്സെപ്റ്റൻസ് ഉള്ളത്? എനിക്ക് അറിഞ്ഞൂടാ. അത് വളരെ, ഈ ചോദ്യത്തിൻ്റെ ഒക്കെ ഉത്തരങ്ങൾ പറഞ്ഞത് ഒരു മറുവശത്തു നിന്നുള്ള പറച്ചിലുകളാണല്ലോ. ഇപ്പം ശബ്ദത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എവിടേക്കോ ഇപ്പോൾ പല പാട്ടുകാരുടെയും വോയിസ് രജിസ്റ്ററിലൊക്കെ സമാനമായിട്ടുള്ള ഇടങ്ങൾ വരുമ്പോഴായിരിക്കും അത്തരത്തിലുള്ള സാമ്യങ്ങൾ തോന്നുന്നുണ്ടായിരിക്കുക. പിന്നെ ആളുകളുടെ ആക്സെപ്റ്റൻസും ഇഷ്ടം എന്നൊക്കെ പറയുന്നത് അവർ ഏത് സ്ഥലത്ത് നിന്നിട്ടാണ് എന്നെ നോക്കിക്കാണുന്നതനുസരിച്ചിരിക്കും. ഓരോരുത്തരുടെ പരിചയം അവരുണ്ടാക്കാൻ എടുക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ. അപ്പം ഞാൻ ഒരാൾ ഇഷ്ടപ്പെടുന്നത് നമുക്ക് ഇഷ്ടമുള്ള, നമ്മൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അവരുടെ ക്യാരക്ടറിൻ്റെ ഏതെങ്കിലും ഒരു വശം എടുത്തിട്ടായിരിക്കും. ഇവർക്ക് തന്നെ ചിലപ്പം എന്നോട് കൂടുതൽ അടുത്തറിയുമ്പോഴൊക്കെ ചിലപ്പം അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഇടങ്ങൾ ഉണ്ടായെന്ന് വന്നേക്കാം.
അതെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഈ ഇഷ്ടം വരുന്നത് എപ്പോഴും അവരുടെ ഇഷ്ടങ്ങളോട് മാച്ച് ചെയ്യുന്ന എൻ്റെ ഏതെങ്കിലും വശങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോഴാണ്. ഉടലാഴത്തില് പൂമാതേ പൊന്നമ്മ പാട്ടിട്ടാല് കരയുന്ന കുഞ്ഞൻ മണിഞ്ഞുറങ്ങും എന്ന് പറയുമ്പോൾ ആ സിനിമ കണ്ടതിന് ശേഷം ഞാൻ ആവർത്തിച്ചൊരു 10-15 ദിവസം ഈ പാട്ട് മാത്രം കേട്ടുകൊണ്ടേയിരുന്നു. കാരണം എന്ന് വെച്ചാൽ അത് അത്രയ്ക്കും സ്വാധീനിക്കപ്പെടുന്നുണ്ടായിരുന്നു. ആ പാട്ടിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്യൂഷനും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതൊരു സിത്താരയുടെ ഒരു മ്യൂസിക്കിൻ്റെ പൊളിറ്റിക്സും കൂടെയാണ് അതിനകത്ത് പറയുന്നത്. എന്താ വെച്ചാൽ ഫോക്ക് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് വരുന്നത്, ഫോക്ക് എന്താണ്, നമ്മൾ ചിട്ടപ്പെടുത്തിയ സംഗീതം എന്താണ്, ഇത് നമ്മൾ കുറേ കാലമായിട്ട് സംസാരിക്കുന്നുണ്ട്. ശുദ്ധ സംഗീതത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ നോട്ടൊക്കെ കറക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ചില വാദക്കാർ പറയുമ്പോൾ അങ്ങനെ അല്ലാത്ത ലൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. ഒരു പക്ഷേ ഹിന്ദുസ്ഥാനിയൊക്കെ പോലെ ലൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ഇവിടെ കിടപ്പുണ്ട്, ഫോക്കിൽ കിടപ്പുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യണമെന്ന് പറയുന്ന ആഗ്രഹം സിതാര ഇടയ്ക്കൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ പൂർത്തീകരണമാണ് സിതാര തന്നെ മ്യൂസിക് ചെയ്തപ്പോൾ അതിനകത്ത് ഉടലാഴത്തിൽ വന്നത്. നമ്മളത് ആവർത്തിച്ച് കേൾക്കുന്ന രീതിയിലേക്ക് ഇതിനെ പരുവപ്പെടുത്താൻ സിതാരയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഉടലാഴത്തിലൂടെ അങ്ങനെ ഒരു ആശയവും ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ആദർശവും ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പൊളിറ്റിക്സും കൂടെ മുന്നോട്ട് വരുന്നില്ലേ? ഉടലാഴത്തിലെ പാട്ടുകളെല്ലാം ഞാനും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള മിഥുൻ ജയരാജും ഞങ്ങൾ ഒരുമിച്ചാണ് അത് ചെയ്തിട്ടുള്ളത്. ഒരു പാട്ടുണ്ടാക്കുന്ന സമയത്ത് എനിക്കിതിൻ്റെ ഒരു കമ്പോസർ എന്നൊക്കെ വിളിക്കുന്ന ഒരു ഭാരിച്ച വാക്കാണത്. അപ്പോൾ അതൊന്നും നമുക്ക് അവകാശപ്പെടാനും പറ്റില്ല. അത് ചെയ്യുന്നൊരു മണ്ടത്തരമായിരിക്കും. എന്നെ സംബന്ധിച്ച് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ഈണങ്ങൾ മാത്രമേ എൻ്റെ കൈവശമുള്ളൂ. ഇപ്പോൾ ഈ ഫോക്കിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ തന്നെ എൻ്റെ ഉസ്താജി ഗുരുജി ഇങ്ങനെ പറയാറുണ്ട്, റിഫൈൻഡ് ക്ലാസിക്കൽ എന്ന് പറഞ്ഞ് കേൾക്കുന്ന ഇതിനൊക്കെ ഒരു റൂട്ടുണ്ട്, നമ്മളുടെ പ്രിമിറ്റീവ് ആയിട്ടുള്ളൊരു റൂട്ടുണ്ട്. അത് നമ്മൾ എത്നിക് ആയിട്ടുള്ള നമ്മൾ ഈ ഫോക്ക് എന്ന് വിളിക്കുന്ന അങ്ങനെ പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ അവരുടെ ജീവിതത്തിൻ്റെയോ അല്ലെങ്കിൽ മനുഷ്യനുണ്ടായി വരുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഓരോ നോട്ടുകളും നമ്മൾ ഈ പറയുന്ന സ്വരങ്ങളിലേക്ക് എത്തിയത് തന്നെ വലിയൊരു പ്രോസസ്സാണ്, ഒരു എവല്യൂഷനാണത്. അപ്പം എൻ്റെ ഒരു മ്യൂസിക്കാലിറ്റി എന്താണ് ഇപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് സമയത്തിനനുസരിച്ചേ പറയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് എന്നോട് ചോദിച്ച ആഗ്രഹങ്ങളായിരിക്കില്ല ഇപ്പോൾ എനിക്ക്. അതുകൊണ്ട് തന്നെ ഇതൊരു അവസാന വാക്കായിട്ട് ഇങ്ങനെ പറയുകയല്ല, എൻ്റെ ആഗ്രഹങ്ങളുടെ അവസാന വാക്കല്ല. പക്ഷെ ആലോചിക്കുമ്പോൾ എനിക്ക് ഈ പ്രിമിറ്റീവ് ഫോക്കിൻ്റെയും റിഫൈൻഡ് ക്ലാസിക്കലിൻ്റെയും ഇടയിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന പോലെയാണ് ഞാൻ ഇരിക്കണേ. അപ്പം ഇത് തമ്മിലുള്ളൊരു വഴിയുണ്ടല്ലോ, ആ വഴിയിൽ വലിയ ഗ്രാമറിൻ്റെ ഒക്കെ ഒരു കെട്ടുപാടുകൾ ഇല്ലാണ്ട് പാട്ടുകളെ കുറച്ചും കൂടി ഏതാളുകൾക്കും സമീപിക്കാവുന്ന പോലെ, ഭയമില്ലാണ്ട് പാട്ടിനെ സ്പർശിക്കാവുന്ന പോലെ ഉള്ളൊരു സ്പേസാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ പാട്ടുകൾ ഉണ്ടാകുമ്പോഴും സ്വാഭാവികമായിട്ട് അതുണ്ടാവും. പിന്നെ ഞാൻ ജനിച്ചു വളർന്ന പ്രദേശത്തെ പാട്ടുകളെ സ്വാധീനിച്ചിട്ടുണ്ടാവും. അല്ലാണ്ട് ഞാൻ ഡെലിബറേറ്റ് ആയിട്ട് അതിനകത്ത് ഒരു പാട്ടുണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇന്ന ആശയങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക ഇത്തരത്തിലുള്ളൊരു പൊളിറ്റിക്സ് അങ്ങനെ അതിൽ വേണമെന്ന് റിവേഴ്സ് പ്രോസസ്സാണ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് ഇത്തരത്തിലുള്ള പൊളിറ്റിക്സും ഇത്തരത്തിലുള്ള എന്താ പറയുക ഇടത്തിൻ്റെയും അല്ലെങ്കിൽ നമ്മൾ വന്ന വഴികളുടെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും എന്നല്ലാണ്ട് ഞാൻ ഡെലിബറേറ്റ് ആയാലും കുത്തിന്ന് നിറയ്ക്കാൻ ശ്രമിക്കാറില്ല. സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ് എനിക്ക് നിലനിൽക്കാറുള്ളൂ എൻ്റെ ഉള്ളിലെങ്കിലും. ഒരു ഈണം പാടിക്കഴിഞ്ഞാൽ നമുക്കെങ്കിലും അത് ഓർമ്മ വേണമല്ലോ, അതാണ് ആകെയുള്ളൊരു ഉദ്ദേശം. അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന് മുമ്പ് ഈ തരുണിയിൽ പക്ഷേ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. വിഗ്രഹമല്ല, ഒരു സാധാരണ പെണ്ണാണ്, മനുജയാണ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. വി കെ ഹരിനാരായണൻ എഴുതുമ്പോഴും സിതാരയാണല്ലോ അതിൻ്റെ കൂട്ടത്തിൽ നിന്നിട്ട് അത് എഴുതാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ സിതാരയുടെ ഒരു രാഷ്ട്രീയം കൃത്യമായിട്ട് പറയാൻ പറ്റിയ ഒരു പാട്ടായിട്ടാണ് എനിക്ക് തരുണി തോന്നിയിട്ടുള്ളത്. തരുണിയുടെ മുമ്പോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ അവസ്ഥയുണ്ട്. ഇത് ഒരുപക്ഷെ സിതാര അത് പറയുന്ന സമയത്ത് ആക്സെപ്റ്റൻസ് കൂടുതലാണ്. എനിക്കൊരു പക്ഷേ ചില സമയത്ത് അത്ഭുതം തോന്നാറുണ്ട്. ഇത് ചില സ്ഥലത്തൊക്കെ പറയുമ്പോൾ ഇതെന്തുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ അത് കലയുടെ ഒരു സന്തോഷവും കൂടിയാണ്. അവിടെ രാഷ്ട്രീയം പറയുന്ന സിതാര ഇപ്പോൾ ശരിക്കും നിലപാടുണ്ട് എന്നാണ് അർത്ഥം. നിലപാടുകൾ എപ്പോഴും അങ്ങനെ വരാൻ സാധ്യതയില്ലേ അങ്ങനെയാണെങ്കിൽ? ഇപ്പോൾ ഈ നമ്മൾ തന്നെ ഇപ്പം നമ്മളുടെ ഈ ചർച്ചയുടെ ഇടയിൽ ഒന്നിലധികം തവണ രാഷ്ട്രീയം എന്ന വാക്ക് ഉപയോഗിക്കുമ്പം ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കേൾവിക്കാരിൽ പലരും ഇതിന് ഈ കക്ഷി രാഷ്ട്രീയമായിട്ട് തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാണ്ട് നമ്മളുടെ വസ്ത്രത്തിൻ്റെ പൊളിറ്റിക്സ്, ഭക്ഷണത്തിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു അർത്ഥത്തിലല്ല പലരും കേൾക്കുക. ഇപ്പൊ വാക്ക് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും വളരെ കീനായിട്ടോ എന്താ ഇവരുടെ പൊളിറ്റിക്സ് എന്താണെന്ന് അറിഞ്ഞു കളയാമെന്ന് വിചാരിച്ചിരിക്കും. അതല്ല, നമ്മളുടെ നിലപാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാകാലങ്ങളിൽ നമ്മളുടെ ഉള്ളിൽ രൂപപ്പെട്ടതല്ലേ. അത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സമൂഹജീവി എന്നുള്ള രീതിയിൽ നമ്മുടെ ചുറ്റുപാടുകളോട്, അത് സഹജീവികളാവട്ടെ, മൃഗങ്ങളാവട്ടെ, ഭൂമിയാവട്ടെ, എല്ലാത്തിനോടുള്ള നമ്മുടെ സമീപനം കൂടി ചേർന്നത് അതാണ് നമ്മളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പം ആ അർത്ഥത്തിൽ ഇപ്പോൾ ഈ തരുണിയെക്കുറിച്ച് പർട്ടിക്കുലറായിട്ട് പറയാനാണെങ്കിൽ അത് ഉണ്ടായി വന്നൊരു വർക്കാണ്. അതായത് ഇപ്പം ഞാൻ ഡാൻസ് കളിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള മിഥുൻ ജയരാജും എൻ്റെ ഫാമിലി എല്ലാവരും കുറേ വർഷങ്ങൾക്ക് ശേഷം ഡാൻസ് കളിക്കണം എന്ന് ആഗ്രഹം പറയുക. സ്വാഭാവികമായിട്ടും നമ്മളുടെ മനസ്സിൽ ഡാൻസിന് പറ്റിയൊരു കോമ്പോസിഷനാണ് വരിക. ഡാൻസിന് പറ്റിയ കോമ്പോസിഷൻ വരുമ്പം അതുമായിട്ട് ചേർത്ത് വെക്കുന്ന കുറേ ബിംബങ്ങളുണ്ട് നമ്മൾ ചെറുപ്പം മുതലേ ശീലിച്ചിട്ടുള്ള. ഒന്നെങ്കിൽ ഒരു ഗണേശ സ്തുതി ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള
നമ്മളതാ പഠിച്ചിട്ടുള്ളത്. അപ്പം നമ്മളൊരു പുതിയ കോമ്പോസിഷൻ ഉണ്ടാക്കാം എന്ന് തീരുമാനിക്കുകയും കോമ്പോസിഷൻ ഉണ്ടായതിനു ശേഷമാണ് ഇതിൻ്റെ ആശയം എന്തായിരിക്കണം എന്ന് ആലോചിക്കുന്നത്. പ്രകൃതിയെ കുറിച്ചിട്ട് വേണോ. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വന്നൊരു ആശയം, നമ്മളെപ്പോഴും നമ്മൾ പറയുന്നത് 2 എക്സ്ട്രീമേ ഉള്ളൂ ഇവിടെ സ്ത്രീകളെ ഇതാക്കുക. ഒന്നെങ്കിൽ ഡീഫൈ ചെയ്യുക, ഒന്നെങ്കിൽ ദേവദാത്തം കൽപ്പിക്കുക, അല്ലെങ്കിൽ അടിമയെ പോലെ കാണുക. ഇതിനിടയിൽ മനുഷ്യനെ പോലെയുള്ള ദേഷ്യം വരും എന്നുള്ളത് അത് ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് മടിയാണ്. പകയും ഒക്കെ നമുക്ക് വാശിയും ദേഷ്യവും സങ്കടവും എല്ലാം കൂടി ചേർന്ന് സാധാരണ മനുഷ്യർക്ക് ഉണ്ടാവുന്ന എല്ലാ വികാരങ്ങളും അതല്ലാത്ത രീതിയിൽ നമ്മൾ സ്വയം എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് അവർ പ്രത്യേകതകൾ. അങ്ങനെയല്ല, നോർമലായിട്ടുള്ള അങ്ങനെ ഉണ്ടല്ലോ, നോർമൽസി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ഇന്ന് ആവാം എന്ന് കഴിച്ചിട്ട് ഹരിയേട്ടനോട് പറഞ്ഞപ്പോൾ അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള വരികൾ അദ്ദേഹത്തിൻ്റെയും കൂടി നിലപാടും ചിന്തയൊക്കെ വരുന്നതുകൊണ്ടാണ്. ഇത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കവിയാണെങ്കിൽ അദ്ദേഹത്തിന് വളരെ മെക്കാനിക്കലായിട്ട് ഇത് എഴുതാൻ പറ്റുള്ളൂ. ഇത് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച ആശയം അതിലും ഭംഗിയായിട്ട് എഴുതി തന്നത് അദ്ദേഹമാണ്. അപ്പം അതങ്ങനെ എല്ലാവരും ഹാപ്പിയായി. കാരണം ഇത് ചെയ്യുന്ന മിഥുനും എനിക്കും ഒക്കെ ഒരേ അഭിപ്രായമാണ് ഈ കാര്യത്തിൽ. പിന്നെ ആളുകൾ കേൾക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് എല്ലാവർക്കും ഇതൊക്കെ അറിയാവുന്നതാണ്. പിന്നെ നമ്മളുടെ കണ്ടീഷനിങ് കൊണ്ടാണ് പലപ്പോഴും അത് എതിർക്കേണ്ടി വരുന്നതും ഒക്കെ. സിതാരെ മുന്നിലിരുത്തിയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർത്താനം പറയിപ്പിച്ചാൽ പ്രേക്ഷകർ എന്നെ ചവിട്ടും. ഒരു പൂമാതയുടെ 2 വരിയും കൂടെ പാടും. കോടമഴക്കാറിൽ കണ്ണുന്നെഴുതി പെണ്ണ്, നല്ല പനങ്കൂല മുടി മാടിക്കെട്ടി പെണ്ണ്, മാടത്തിൻ ചേതിയില് ചെന്നങ്ങിരിക്കണപ്പം, മാനത്തെ അമ്പിളി നാണിച്ചോളിച്ച് നിൽക്കും നീ. പാട് പൂമാതെ പാട് പൂമാതെ പാട് പൂമാതെ, പൂമാതെ പൊന്നമ്മ പാട്ടേട്ടാല്, പൂമാതെ പൊന്നമ്മ പാട്ടേട്ടാല്, കരയുന്ന കുഞ്ഞും അണിഞ്ഞുറങ്ങും, കരയുന്ന കുഞ്ഞും അണിഞ്ഞുറങ്ങും, പൊത്തിലെ പാമ്പ് തലമടക്കും, പൊത്തിലെ പാമ്പ് തലമടക്കും, പൂമാതെ പൊന്നമ്മ തൻ്റെ ദൈവേ, പൂമാതെ പൊന്നമ്മ തൻ്റെ ദൈവേ. അടിപൊളി. നിങ്ങൾ ശരിക്കും ഇങ്ങനെയാണ് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ ഇടിച്ച് കയറുന്നത്. പഠനം ഇപ്പോഴും തുടരുന്ന ആൾ, ഇപ്പോൾ റഹ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കുന്നു. പഠനം തുടരുന്ന ഒരു പ്രക്രിയയാണെന്ന് സിതാര തന്നെ സ്വയം പറയുന്നുണ്ട്. ഹിന്ദുസ്ഥാനിയെയും കർണാട്ടിക്കിനെയൊക്കെ നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട്. ഇപ്പുറത്ത് ഭക്തിയിൽ കേന്ദ്രീകൃതമായ സ്തുതികളും കൃതികളിലും ഒക്കെ അല്ലെങ്കിൽ കീർത്തനങ്ങളിലും ഒക്കെ നമ്മൾ പെട്ടുകിടക്കുമ്പോൾ അത് കുറേ കൂടെ ആശയങ്ങളെ നമുക്ക് പ്രകാശിപ്പിക്കാൻ കഴിയുമെന്നൊരു വാദമുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ഒരാളെന്നുള്ള രീതിയിൽ ചോദിക്കുക. കൂടുതൽ അറിയാൻ ചോദിച്ചാൽ എനിക്ക് അത്ര ഇങ്ങനെ വിശദമായി പറയാനുള്ള അറിവുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. എനിക്ക് എൻ്റെ ഗുരുനാഥന്മാർ പറഞ്ഞു തന്നിട്ടുള്ള അറിവും പിന്നെ കുറച്ച് കേട്ടറിവും വായിച്ചറിവും ഒക്കെ ഉള്ളൂ. ഇത് രണ്ടിനും ഈ പറഞ്ഞ മാതിരി നമ്മൾക്കിവിടെ കർണാടക സംഗീതം ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഒരു ജിയോഗ്രഫിക്കലായിട്ട് ഇതിനെ തിരിക്കുകയാണെങ്കിൽ അവിടെ ധ്രുപ സംഗീതം ഉണ്ടായിരുന്നു. ഏതാണ്ട് ഇതിൻ്റെ സ്ട്രക്ചറിനോട് സിമിലർ ആയിട്ടുള്ള ആലാപ അല്ലെങ്കിൽ പല്ലവി അനുപല്ലവി ചരണം അല്ലെങ്കിൽ പല്ലവി ചരണം എന്നുള്ള ഇവിടുത്തെ ഒരു ആ ഒരു രീതിയോട് സിമിലർ ആയിട്ടുള്ള. പിന്നെയാണ് ഈ പറഞ്ഞ മാതിരത്തെ ഒരു പേർഷ്യൻ ഇൻഫ്ലുവൻസ് വരുന്നതും അത്തരത്തിലുള്ള കൊത്തുപണികളിലേക്ക് പോകുന്നതും ഖയാൽ മ്യൂസിക് ഉണ്ടാവുന്നതും. ഖയാൽ എന്ന് പറഞ്ഞാൽ തന്നെ ഇമാജിനേഷനാണ്. അപ്പോൾ അവിടെ 2 സ്ട്രീമാണ്, 2 രീതിയിലാണ്. നമ്മൾക്ക് ഇതും വളരെ ബൃഹത്തായിട്ടുള്ളൊരു ശാഖയാണ്. കർണാടക സംഗീതത്തിൻ്റെ ഒരു ചിട്ട അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒപ്പം നിൽക്കാൻ ലോകത്ത് വേറൊരു സിസ്റ്റം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് അത്ഭുതം തോന്നും ഇതിനെ ഫോർമുലകളൊക്കെ വെച്ചിട്ട് ഡീസൈഫർ ചെയ്യുന്ന ഒരു സിസ്റ്റം എന്നുള്ള രീതിയിൽ. കർണാട്ടിക് മ്യൂസിക് പഠിക്കണമെങ്കിൽ അതിഭീകരമായിട്ടുള്ള ബുദ്ധി സാമർഥ്യം ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ആ ഒരു രീതിയിൽ. നേരെ മറിച്ച് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഈ പറഞ്ഞ മാതിരി കുറച്ചും കൂടി ഇപ്പം എൻ്റെ ഗുരുനാഥൻ എപ്പോഴും പറയും, നമ്മൾ ഒരു സ്വരത്തിൽ നിന്നും മറ്റേ സ്വരത്തിലേക്ക് കടക്കാൻ അടുത്ത സ്വരത്തിൻ്റെ അനുവാദം ചോദിച്ചിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ. അത് കുറച്ചും കൂടി ഒരു മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള. ഇതിൽ തന്നെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു പ്രദേശം എടുക്കുകയാണെങ്കിൽ ഇവിടെ ഘരാനകൾ എന്ന് പറയില്ല, അല്ലെങ്കിൽ ബാണികളുണ്ട്. ഇവിടെ ഘരാനകളുണ്ട്, ഓരോ സ്കൂൾ ഓഫ് തോട്ട്സ്. അപ്പം അതൊക്കെ അതിൻ്റെയൊക്കെ ഈ അതിർവരമ്പുകളൊക്കെ കുറച്ചുകൂടി നേർത്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം. കാരണം പണ്ട് എങ്ങനെയാ വെച്ചാൽ യാത്രകളില്ല, ഒരു പ്രദേശത്തുള്ളത് അവിടെ തന്നെ നിൽക്കുകയാണ്, അങ്ങനെയാണ്. ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം എല്ലാം തമ്മിൽ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഹിന്ദുസ്ഥാനിയിലെ രാഗങ്ങൾ നമ്മൾ സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കിൽ ആളുകൾ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ കർണാട്ടിക് രാഗങ്ങൾ അതിമനോഹരമായിട്ട് ലെജൻസ് ആയിട്ടുള്ള ആളുകൾ ഉപയോഗിച്ച് തുടങ്ങി. ഇപ്പം എല്ലാവരും ഉപയോഗിക്കുന്നു. ഗ്ലോബലി ഒരു എന്താ പറയുക, സംഗീതത്തിൻ്റെ ഒരു ഭാഷ വളരെ ഇടകലർന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഇപ്പം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ കുട്ടികളുടെ പാശ്ചാത്യ സംഗീതത്തിനോട് അല്ലെങ്കിൽ അതിനോടുള്ളൊരു അഫിനിറ്റി അത് കുറച്ച് ഫോഴ്സ്ഡ് അല്ല. അവർക്ക് സ്വാഭാവികമായിട്ട് അതിനോടുള്ള കേൾവിയും ഇഷ്ടവും. അപ്പം
കുറേ ഘടകങ്ങളുണ്ട് ഇതിന്. നമുക്കിങ്ങനെ കൃത്യമായിട്ട് ഇന്നത് നല്ലത് ഇന്നത് മോശം എന്ന് പറയാനുള്ള ഒരു അങ്ങനെ ഇല്ല. ഒന്ന് മേലെ ഒന്ന് താഴെ ഒന്നും പറയാൻ പറ്റില്ല. ഇതിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വേറെ എത്രയോ ഇപ്പം അറബിക് മ്യൂസിക്കിൽ നമ്മളിവിടെ കാണാത്ത നോട്ട്സും ക്വാർട്ടർ നോട്ട്സും ഒക്കെ ഉള്ള വേറൊരു, അത് നമുക്ക് അത്ഭുതമായിട്ട് തോന്നും. അപ്പം അങ്ങനെ ഇതൊക്കെ മനുഷ്യർ അതാത് കാലത്തും അതാത് സമയത്തും ഇവോൾവ് ചെയ്ത് വരുന്ന അതിൻ്റെ സ്ഥലം, സാഹചര്യങ്ങൾ, അതൊക്കെ ബന്ധപ്പെട്ടിരിക്കുമല്ലോ. ഈ പറഞ്ഞ മാതിരി അതിൻ്റെ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ, അവിടെ ആര് ഭരിക്കുന്നു, ഇതൊക്കെ ഇങ്ങനത്തെ മ്യൂസിക്കിനെയും ആർട്ടിനെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. നേരത്തെ ഒരു സബ് ക്വസ്റ്റ്യൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഫോക്കിനെ സംബന്ധിച്ചിട്ടുള്ളൊരു ആശയമാണ്. ഈ ഫോക്ക് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ചിട്ടപ്പെടുത്തിയ മ്യൂസിക് ഇല്ലെങ്കിലും ഫോക്കുകൾ പുതുതായിട്ട് ചിട്ടപ്പെടുത്തപ്പെട്ട് വരും. ചില ഒറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപുവാസികളൊക്കെ അവരുടേതായ മ്യൂസിക്കിലായിരിക്കും അവർ ജീവിക്കുക. നമ്മൾ ചിട്ടപ്പെടുത്തി കൊടുത്ത കർണാട്ടിക് മ്യൂസിക്കോ ഹിന്ദുസ്ഥാനിയൊന്നും അവർക്ക് ആവശ്യമില്ല. അവിടുന്ന് തന്നെ നമ്മൾ ഈ സമാനമായിട്ടുള്ള സ്വരങ്ങളെയൊക്കെ കേൾക്കാൻ ഇമ്പമുള്ള സാധനങ്ങളെയൊക്കെ ചിട്ടപ്പെടുത്തിയിട്ട് അവർ വരും. ശുദ്ധിവാദക്കാരുടെ ഒരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, എവിടെയൊക്കെയോ ഇതിൻ്റെ ഒരു കടുംപിടുത്തങ്ങളെ നമ്മൾ കുറച്ചുകൂടെ അയവ് വരുത്തണമെന്ന് പറയുന്ന ഒരു ആഗ്രഹക്കാരനാണ്. ഇല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ അങ്ങനെയുണ്ട്, ഇതിനൊന്നും ഇത്ര കടുംപിടുത്തം വേണ്ട, കുറച്ചുകൂടെയൊക്കെ അയവ് വേണം. അപ്പോൾ യേശുദാസ് പാടുന്ന സമയത്ത് ഈ ശാസ്ത്രീയ സംഗീതത്തെക്കുറിച്ച് ലളിതമായി പാടിയെന്ന ആരോപണം നേരിട്ടിരുന്ന ഒരു മനുഷ്യനാണ്. പിന്നീട് നമ്മൾ ലളിത സംഗീതത്തെ കൂടുതൽ സ്വീകരിച്ചു. പിന്നെ അവസാനം നമ്മൾ ഫിലിം മ്യൂസിക്കിലേക്ക് വന്നു. ഇതിൻ്റെയൊക്കെ ഒരു ശുദ്ധിവാദത്തെ നമ്മൾ ശരിക്കും അത്ര പരിഗണിക്കേണ്ടതില്ല എന്നല്ലേ അഭിപ്രായം? ചില ആൾക്കാർ അതിൽ പ്ലഷർ ഓഫ് ആ ഒരു ഇതെന്ന് പറയുന്നത് ഗ്രാമറിനെ അനുസരിക്കുക എന്നുള്ളതാണ്. നേരെ മറിച്ച് ഇപ്പം വളരെ വ്യക്തിപരമായിട്ട് ചോദിക്കുകയാണെങ്കിൽ അത്തരം ഗ്രാമറുകളൊക്കെ നമ്മൾ പിന്നീട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇപ്പം ആളുകൾ ഇപ്പം TM കൃഷ്ണയെ പോലെയുള്ള ആൾക്കാർ വളരെ വിശദമായിട്ട് ഇതിനെ അതിൻ്റെ ഗ്രാമറിൽ കൃത്യമായി ചെയ്തതിൻ്റെ പിന്നെയാണ് അത് പൊളിക്കുന്നത് അദ്ദേഹം. സ്റ്റേജിലേക്ക് കൊണ്ടുവരാന്ന് പറയുമ്പോൾ തന്നെ വിപ്ലവമാണ്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മളിപ്പം ഓൾ ഓഫ് എ സഡൻ അല്ലെങ്കിൽ ഫോക്ക് പറയുമ്പോൾ അതിനത്ര വലിയ ഗൗരവം കൊടുക്കാതിരിക്കുക. ആ ഗൗരവം കുറവ് ഒന്നിനുമില്ല, എല്ലാത്തിനും ഗൗരവമുണ്ട്. എല്ലാത്തരം മ്യൂസിക്കിനും ഇപ്പം ഈ പറഞ്ഞ മാതിരി നമ്മൾ സ്വരങ്ങൾ ഉണ്ടാവും എന്ന് പറയുള്ളൂ, എല്ലാത്തിലുള്ളത് ഒരേ നോട്ട്സ് തന്നെയാണ്. നമ്മൾ ഈ പ്രകൃതിയിൽ കേൾക്കുന്ന ശബ്ദവും നമ്മൾ വെറുതെ ഒരു കുഞ്ഞു പാടുമ്പോഴും ഇതിലൊക്കെ ഉള്ളത് നോട്ട്സ് തന്നെയാണ്. അതിന് ഇന്ന ആൾക്ക് അവകാശപ്പെട്ടതെന്നില്ല. അത് എല്ലാത്തിൻ്റെ, അത് പ്രകൃതിയിൽ നിന്ന് നമ്മൾ കിട്ടിയിട്ടുള്ളതാണ്. ഒരു കാര്യത്തിലും ഏത് വിഷയമാവട്ടെ അതിലൊന്നും കടുംപിടുത്തത്തിന് വലിയ പ്രസക്തി ഇല്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെയാണ് മ്യൂസിക്കിലും. പിന്നെ കടുംപിടുത്തം പിടിക്കുന്നവരോട് നമുക്ക് തിരിച്ച് തർക്കത്തിനോ വാദത്തിനോ ചെല്ലുന്നതിൽ കാര്യമില്ല. നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു പ്രാക്ടീസ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ തർക്കത്തിനാണ് കൂടുതൽ സമയം എല്ലാവരും ചെലവഴിക്കുക. നേരെ മറിച്ച് ഇപ്പം ഇതേ വലിയൊരു എക്സാമ്പിളാണ് നമ്മൾ നഞ്ചിയമ്മയുടെ പാട്ട് എന്ന് പറയുന്നത്. നഞ്ചിയമ്മയുടെ പാട്ട് ആ സ്ഥലത്ത് നഞ്ചിയമ്മയ്ക്ക് അതിന് പുറമെയുള്ള കാര്യങ്ങളൊന്നും അറിയേണ്ടതില്ല. അവരുടെ ലൈഫിൻ്റെയും ഞാൻ നഞ്ചിയമ്മയായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാത്തിനും പാട്ടാണ്. അവിടെ ഒരു കുട്ടി ജനിച്ചാൽ പാട്ട്, വളരുമ്പോൾ പാട്ട്, എല്ലാം അവരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആഘോഷങ്ങൾക്കും പാട്ടുകളുണ്ട്. അവിടുന്നാണ് അവരുടെ മ്യൂസിക് ഉണ്ടാവണം. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തർക്കങ്ങൾ അവർ അറിയുന്ന പോലും ഇല്ല. എന്നിട്ട് നമ്മൾ അവരെ വെച്ചും കൊണ്ട് പുറത്തു നിന്ന് തർക്കിക്കും. തർക്കിക്കുന്നവർക്ക് ഈ വിഷയം അല്ലെങ്കിൽ വേറെ വിഷയം വന്നുകൊണ്ടിരിക്കും. അപ്പം ഞാൻ അതിനത്ര വലിയൊരു ഗൗരവത്തിൽ കാണാറില്ല, തർക്കിക്കാൻ പോകാറുമില്ല. തർക്കിക്കാൻ പോകണ്ട. നമുക്ക് കുറച്ചുകൂടെ ലൈറ്റ് ആക്കിയാൽ, തിരുവാവണി രാവ് എന്ന് പറയുന്ന പാട്ട് മലയാളത്തിലേക്ക് വരുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ തരങ്കിണിയോ ഇല്ലെങ്കിൽ അതിനുശേഷം രഞ്ജിനും കാസറ്റ്സും ഒക്കെ ഓണപ്പാട്ടുകൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുന്ന സ്ഥലത്താണ് മനു മജിദും ഷാൻ റഹ്മാനും കൂടി ഒരു പാട്ട് കൊണ്ടുവരുന്നത്. അത് എല്ലാവരും ഏറ്റുപാടാണ്. ഇപ്പോൾ ഓണത്തിൻ്റെ പാട്ടുകളിൽ 1, 2, 3 സ്ഥാനങ്ങളിലൊക്കെ ഇത് പോയി പിടിക്കുക എന്ന് പറയുന്നത് ഒരു അസാധ്യ പാട്ടാണ്. അത് പാടാൻ അവസരം കിട്ടിയ, അതും ഉണ്ണിമേനോനെ പോലൊരു ഗായകനെ നമ്മൾ മലയാളി ഒരു തരത്തിൽ മാറ്റി നിർത്തിയിരുന്ന എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഗായകനും കൂടെ വന്ന് പാടുന്നു. ആ പാട്ടിൻ്റെ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് അതൊന്ന് പാടും. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്. സൂപ്പർ. ഇത് ഷാൻ റഹ്മാനോട് നമുക്ക് മനുമഞ്ജിത്തിനോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇതിനെക്കുറിച്ച് ഷിബുചേട്ടൻ തന്നെ, ഷിബു ചക്രവർത്തി ഒരു കാലഘട്ടത്തിൽ രഞ്ജിനി കാസറ്റ്സ് ഭയങ്കര മുമ്പോട്ട് കൊണ്ടുപോയിരുന്ന ഒരാളാണ്. പുള്ളി തന്നെ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ
ഇവർ ഇത്രയും നല്ലൊരു ഓണപ്പാട്ടുണ്ടാക്കുമെന്ന് ആര് പ്രതീക്ഷിച്ചടാ എന്ന് ചോദിക്കില്ലേ? അവിടെയാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ആ മേഖലയിൽ നിന്ന് പോലും അങ്ങനെ ഒരു തരംഗം ഉണ്ടാക്കിയ പാട്ടാണ് ആ പാട്ടിന്റെ വിഷയം. നമ്മൾ പുതിയ കാലഘട്ടത്തിന്റെ ഒരു കോൺട്രിബ്യൂഷനാണ് ഒരു ഓണപ്പാട്ട് എന്നുള്ള രീതിയിൽ നമ്മളുടെയൊക്കെ മനസ്സിൽ. ഇപ്പം എൻ്റെയൊക്കെ കാലത്തിന് മുമ്പുള്ള എൻ്റെയൊക്കെ പേരൻസിന്റെ സമയത്താണ് തരംഗിണിയുടെ പാട്ടുകൾ ഏറ്റവും കേട്ടിരുന്നത്. നമ്മൾ കാലാകാലം അത് തന്നെയാണ് പാടിയിരുന്നത്. രവീന്ദ്ര മാഷ്ട പാട്ടുകളും ഉത്രാട പൂനിലാവയൊക്കെ തന്നെയാണ് ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ. അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ തുയിലുണരു തുയിലുണരു തുമ്പികളെ, പിന്നെ സിനിമയിൽ വന്ന കുറച്ച് പാട്ടുകളും. അപ്പോൾ അത്തരത്തിലൊരു ഓണപ്പാട്ട്. പിന്നെ വിദ്യാജിയുടെ ഒരു പാട്ടാണ് ഒരു ഇടയ്ക്ക് നമുക്കൊരു പാട്ടുണ്ടായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് ഒരു പാട്ട് അത്തരത്തിലുള്ളൊരു സന്ദർഭം ഒരു സിനിമയിൽ ഉണ്ടാവുകയും എന്നാൽ ആ സന്ദർഭത്തിന്റെ പുറത്ത് ജീവനുള്ള ഒരു പാട്ട് എത്രയോ ഇപ്പൊ ഇത്ര ഇറങ്ങി ഇത്രയും വർഷങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാലും ട്രോളുകൾ പോലും വരും. തിരുവാവണിരാവ് പൊടിതട്ടി വരുന്നത് ഓണാകുമ്പോൾ. അപ്പം എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് അത്തരത്തിലൊരു പാട്ടിന്റെ ആലോചന ഉണ്ടായപ്പം ലക്കിലി അതിന് ശബ്ദമാവാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിൽ എനിക്ക് ആ ചോയ്സിലൊരു റോളും ഇല്ലല്ലോ. അവരുടെ ചർച്ചകളിൽ ഒരാളുടെ പേര് വരുന്നു, ഉണ്ണിമേനോൻ സാറ് പാടട്ടെ, സിത്താര പാടട്ടെ എന്നൊരു ചർച്ച വരുമ്പോൾ ആ ഒരു മൊമെന്റാണ് സത്യത്തിൽ എനിക്ക് വലിയ ഭാഗ്യം. കാരണം അത് കുറേ കാലത്തേക്ക് ഉണ്ടായ ഒരു പാട്ടാണ്. അത് പാടുന്നതും വളരെ പെട്ടെന്ന് തന്നെയാണ് അത് റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നത്. അവരൊക്കെ വളരെ പെട്ടെന്ന് റെക്കോർഡ് ചെയ്യുന്ന കമ്പോസേഴ്സാണ്. അപ്പം അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് അതിൻ്റെ ഒരു പ്രസക്തി ഞാൻ ശരിക്കും മനസ്സിലാവണേ. അത് വളരെ രസകരമായിട്ടുള്ള ഒരു പ്രവാസികളുടെ ഓണമാണ് ആ സീനിലുള്ളതും. അപ്പം വളരെ സന്തോഷം. വളരെ മാച്ചിങ് ആയിരുന്നു. പക്ഷേ ഈ വിദ്യാസാഗറിന്റെ പറനിറയെ പൊന്നളക്കും അതിന്റെ കൂടെ തന്നെ ഇപ്പൊ ഓണത്തിന് കയറി വരാറുണ്ട് ഈ പാട്ടും. ഇപ്പം സായു ഒക്കെ സ്കൂളിൽ പോകുമ്പം എത്രയോ മുമ്പ് പാടിയത് സായു ഒക്കെ പറയും ഞങ്ങളുടെ ടീച്ചേഴ്സ് തിരുവാതിര കളിച്ചു അമ്മയുടെ പാട്ടിനെന്നൊക്കെ പറയുന്നത് എനിക്കൊരു സന്തോഷം തോന്നാറുണ്ട്. അത് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ്. കാത്തിരുന്ന് കാത്തിരുന്നു പുഴമെലിഞ്ഞ് കടവൊഴിഞ്ഞു കാലവും കടന്നുപോയി വളകൾ ഊർന്നു പോയി. ഇതിൻ്റെ അർത്ഥം ഞാൻ റഫീഖ് അഹമ്മദിനോട് സംസാരിക്കുന്ന സമയത്ത് പുഴമെലിഞ്ഞു കടവൊഴിഞ്ഞു എന്ന് പറയുന്ന പുഴമെലിഞ്ഞാൽ കടവൊഴിയും എന്ന് പറയുന്ന പാരിസ്ഥിതിക യാഥാർത്ഥ്യത്തെ മുൻനിർത്തി ഈ പാട്ട് എഴുതിയതല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്തോ ഞാനത് ശ്രദ്ധിച്ചില്ല, രജനീഷ് ആരോപിക്കുമ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു. അത്ര പോലും പാരിസ്ഥിതിക യാഥാർത്ഥ്യത്തെയൊക്കെ നമുക്ക് ഒരു സിനിമാ പാട്ടിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് പ്രസക്തിയുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ആശയങ്ങളെ എങ്ങനെയാണോ ചേർത്ത് വെക്കേണ്ടത് ആ അർത്ഥത്തിൽ ചേർത്ത് വെക്കാം. നമുക്ക് ഈ വലിയൊരു വ്യവസായത്തിൻ്റെ ഭാഗമാകാതെ തന്നെ നിൽക്കാൻ പറ്റും. പക്ഷേ ഇത് റിസ്ക് കൂടെയാണ്. സിതാരയൊക്കെ പലപ്പോഴും എടുക്കുന്നത് അത്തരത്തിലുള്ള റിസ്ക്കും കൂടെയാണ്. പലപ്പോഴും ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൽ ചേർന്ന് നിൽക്കുമ്പോൾ ഒരുപക്ഷെ ആ സമയം സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ വഴിക്ക് പോകാനും കഴിയും. അങ്ങനെയും ചിലരൊക്കെ പ്രിസർവ് ചെയ്യാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിലേക്ക് കൂടുതൽ സമയം ചെലവഴിക്കും? എല്ലാ സിംഗേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ അവരുടെ അല്ലെങ്കിൽ കമ്പോസേഴ്സിനോട് ചോദിച്ചാലും അവർക്കൊക്കെ ഇത്തരത്തിലുള്ള ഈ ക്യാരക്ടേഴ്സിൻ്റെയോ സന്ദർഭങ്ങളുടെയോ ഒക്കെ കെട്ടുപാടുകളില്ലാത്ത ഒരുപാട് ഈണങ്ങൾ മനസ്സിലുണ്ടായിരിക്കും വെറുതെ പാടുന്നത്. അതൊക്കെ പ്ലേസ് ചെയ്യാൻ മുമ്പ് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കതൊരു മീഡിയേറ്ററിൻ്റെയോ വേറൊരു മീഡിയത്തിൻ്റെയോ ആവശ്യമില്ല. നമുക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ വെറുതെ പാടിയാൽ പോലും ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരേ സമയം കാണാനുള്ളത്. അപ്പം അത് ഈ ഒരു കാലത്തിൻ്റെ ഏറ്റവും വലിയ സൗകര്യമാണ് ഞങ്ങളെ പോലുള്ള ആളുകൾക്ക്. അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ളത് സിനിമയ്ക്ക് ഇവിടെ ഒരു വലിയ അറ്റൻഷൻ ഉണ്ട്. സിനിമയ്ക്ക് അതിൻ്റേതായിട്ടുള്ള പ്രസക്തി ഉണ്ട്. നമ്മൾ ഇന്ത്യൻ സാഹചര്യത്തിൽ സിനിമ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മീഡിയമാണ്. അപ്പോൾ അതിൻ്റെ പാട്ടുകൾക്കും ഇവിടുത്തെ പോപ്പുലർ മ്യൂസിക് എന്ന് പറഞ്ഞാൽ സിനിമാ സംഗീതമാണ്. അപ്പോൾ അവിടുന്ന് കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു പാട്ട് പാടിയാൽ ഒരേ സമയം എത്രയോ ആളുകൾ കേൾക്കുന്നു, അതിനൊരു അറ്റൻഷനൊക്കെ ഉണ്ട്. അവിടുന്ന് കിട്ടുന്ന അറ്റൻഷനും അവിടുന്ന് കിട്ടുന്ന പണം ആവട്ടെ ഒക്കെ അതൊക്കെ അതെടുത്തിട്ട് ഇപ്പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളെപ്പോലെ പലരും ചെയ്തിട്ടുള്ളത്. കാരണം ഇങ്ങനത്തെ ഒരു വഴി നമ്മുടെയൊക്കെ മനസ്സിൽ ആഗ്രഹമുണ്ട്. അതിനാകെ ചെയ്യാവുന്ന എന്താ വെച്ചാൽ നമ്മൾ തന്നെ എഫേർട്ട് എടുക്കണം. അത് നമ്മൾ തന്നെ ചെയ്യണം, നമ്മൾ തന്നെ ആലോചിക്കണം, നമ്മൾ തന്നെ ഇത് പുറത്തെത്തിക്കണം. അപ്പോൾ അത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അവിടേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കമ്പോസേഴ്സ് ആവട്ടെ എഴുത്തുകാരാവട്ടെ എല്ലാവരും വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പ്രേക്ഷകരും അതേമാതിരി തന്നെ. ഇപ്പം ലൈവായിട്ട് മുൻപ് ചെയ്യുമ്പം ആ ഒരു റേഷ്യോ മുൻപ് വേദിയിൽ പാടുമ്പോൾ ഒരു 90% സിനിമയിലെ പാട്ടുകളും 10% ചിലപ്പം നോൺ ഫിലിം ആയിട്ടുള്ള പാട്ടുകളും കേട്ടിരുന്ന സ്ഥലത്തുനിന്ന് ഈ ഒരു 3-4 വർഷത്തിന് ശേഷം 3-4 വർഷം എടുക്കുമ്പം ഞങ്ങളൊരു ലൈവ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാൻ എൻ്റെ ബാൻഡായിട്ടുള്ള പ്രോജക്റ്റ് മലബാറിക്കസിൻ്റെ കൂടെ ലൈവ് ചെയ്യുന്ന സമയത്ത് അതിനെ 70-30 സിനിമാ പാട്ടുകളും 70% നമ്മൾ ഒറ്റയ്ക്കുണ്ടായ പാട്ടുകളും കേൾക്കുന്ന ഒരു സാഹചര്യം വരുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമാണ്. അത് സിനിമാ പാട്ടുകളുടെ പ്രസക്തി കുറഞ്ഞുകൊണ്ടല്ല, നേരെ മറിച്ച് ഈ പാട്ടുകൾക്കും അത്ര തന്നെ ആക്സെപ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ്. അവർ കൂടെ പാടുകയും പുതിയ കുട്ടികൾ പ്രത്യേകിച്ചും ഈ പിള്ളേരാണെന്ന പാട്ടൊക്കെ പാടുമ്പോൾ പിള്ളേർ ഇങ്ങനെ കൂടെ നിൽക്കുന്നുണ്ട്. ഈ ഗണത്തിൽ നമുക്ക് ചായപ്പാട്ട് ഒഴിവാക്കാൻ പറ്റില്ല. മോസിൻ പെരാരി ഓർത്തുകൊണ്ട് മോസിൻ പെരാരിയുടെ ആ വരികൾ കൂടെ ഓർത്തുകൊണ്ട് നമുക്ക് ചായപ്പാട്ട് ഉണ്ട്. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനെ
ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാച്ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനെ. കാലുമേലെ കാല് കേറ്റി സോഫയിലിരുന്നു നീ, മേനിയാകെ കോളു കേറ്റി ഒരേറെ നോട്ടം കൊണ്ടിന്നലെ. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാച്ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനെ. നിങ്ങൾ പുലിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ, ഈ പിള്ളേരാണെന്ന് പാടുമ്പോൾ എനിക്ക് സിതാരയുടെ ത്രോട്ടിനെ കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. കാരണം എന്താ വെച്ചാൽ അത്ര ഹൈ എനർജി എടുത്തിട്ടാണ് ഈ സ്റ്റേജ് ഇളക്കി മറിക്കുന്ന ഒരു പരിപാടിയാണ്. അത് വളരെ രസകരമായിട്ട് ചെയ്യുന്ന ഒരാളാണ് സിതാര. ഒരുപക്ഷെ റിമി ടോമിയൊക്കെ ചെയ്യുന്നത് വേറൊരു തരത്തിലുള്ള ആക്റ്റും കൂടെയാണ്. പക്ഷേ സെലക്ട് ചെയ്യുന്ന പാട്ടുകൾ വെച്ച് നോക്കുമ്പോൾ റിമി ടോമിയുടെ പാട്ടുകളല്ല ഒരുപക്ഷെ സിതാര സെലക്ട് ചെയ്യുന്നത്. കുറച്ചുകൂടെ സംഗീതാത്മകമായ പാട്ടുകളും ഈ സ്റ്റേജിൽ ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതൊരു റിസ്ക്കാണ്. ആ റിസ്കിൽ ഈ ത്രോട്ടിനെ കുറിച്ച് ആശങ്കയുണ്ടോ? ഇല്ല, ഓരോ ആൾക്കാർക്കും ഓരോതായിട്ടുള്ള രീതികളാണ്. ഇപ്പം ഇപ്പം ഈ ഹൈ എനർജി എന്നൊക്കെ പറയുന്ന പാട്ടുകൾ പലതും അത് കമ്പോസ് ചെയ്യണം, അതിൻ്റെ മെലഡി ഉണ്ടാവുന്നത് ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണ്. എൻ്റെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള റേഞ്ചിലാണത്. അപ്പം അതിൻ്റെ എനർജി എന്ന് പറയുന്നത് പലപ്പോഴും അതിൻ്റെ ആശയങ്ങളും അത് ആ സമയത്തുള്ള ഒരു ഇൻറ്ററാക്ഷൻ്റെ ഇതൊക്കെയാണ്. ഇപ്പം മറ്റൊരു കമ്പോസർ ഉണ്ടാക്കിയ പാട്ടാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കേൾക്കാൻ എഫേർട്ട് തോന്നാത്ത പാട്ടുകളായിരിക്കും നമുക്ക് പേഴ്സണലി പാടാൻ പ്രയാസം. ഇപ്പോൾ ചിത്ര ചേച്ചിയുടെ ഒരു പാട്ട് എടുക്കുകയാണ്. ചേച്ചിയെ നമ്മൾ എന്താ പറയുക, വേദിയിൽ ഇങ്ങനെ ചിരിച്ചോ അനങ്ങാതെ നിൽക്കണതേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ചേച്ചിയുടെ ഒരു പാട്ട് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മത്സരത്തിലൊക്കെ കണ്ടാൽ അറിയാം, ചേച്ചി പാടിയ ഒരു പാട്ടിനെ അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞത് നിയർലി ആ പെർഫെക്ഷനിൽ ചെയ്യാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. അപ്പം അതിൻ്റെ എഫേർട്ട് എന്ന് പറഞ്ഞാൽ വേറൊരു മ്യൂസിക്കാലിറ്റിയിലൂടെയാണ് ആ പാട്ടുകൾ പോകുന്നത്. ഇപ്പം ഈ പാട്ടുകൾ എന്താ വെച്ചാൽ ഈ പാട്ടുകൾ എൻ്റെ സ്വന്തം പാട്ടുകളാണല്ലോ. അപ്പം അതിൻ്റെ അകത്ത് നൂക്കൻ കോർണർ എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു ഹെൽത്തി ആയിട്ടുള്ള സിംഗിങ് വേണം. തൊണ്ടയെ നമ്മൾ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യണം. അതിന് ഞാൻ വേറെ തന്നെ എക്സസൈസുകളാണ് ചെയ്യാറുള്ളത്. വോക്കൽ കോച്ചൊക്കെ ഉണ്ട്. എന്നാൽ പോലും ചില സമയത്ത് നമ്മൾ വോയിസിനെ അബ്യൂസ് ചെയ്യുന്നത് പോലെ ആവും അധികം ലൈവുകളൊക്കെ ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത്. പക്ഷെ അതിന് വേണ്ട റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ കേൾവിയിലും കാഴ്ചയിലും ശ്രമകരം എന്ന് തോന്നുന്നതായിരിക്കില്ല സത്യത്തിൽ ബുദ്ധിമുട്ട് ശ്രമകരമായിട്ടുള്ളത്. അതൊരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ ഭയങ്കര എഫേർട്ട് എടുത്ത് പാടുന്ന കാണുമ്പോൾ ആൾക്കാർ തോന്നും അയ്യോ ഇത് എന്തൊരു എഫേർട്ട് എടുത്തിട്ടാണ് പാടുന്നതെന്നുള്ളത്. അത് ആ അവിടെയുള്ള ആളുകളുടെ ഒരു ആവേശമൊക്കെ നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നതായിരിക്കും. നേരെ മറിച്ച് അനങ്ങാണ്ട് പേടിച്ച് നിന്ന് പാടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ അതാണ് എഫേർട്ട്. അതാണ് കാരണം അങ്ങനത്തെ ഇപ്പോൾ ഒരു ട്രിബ്യൂട്ട് ഷോ ആണ് അല്ലെങ്കിൽ ഒരു ലെജൻഡറി ആയിട്ടുള്ള കോമ്പോസിഷൻസിൻ്റെ പരിപാടിയാണെങ്കിൽ ശ്രദ്ധിച്ചാൽ അറിയാം മിക്ക ഗായകരും വളരെ ഫോക്കസ്ഡ് ആയിട്ട് നിന്നിട്ടാണ് പാടുക. കാരണം അതിനകത്ത് ഒരുപാട് ന്യൂവാൻസസും ഒരുപാട് കൊത്തുപണികളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം അതിനെ അതുപോലെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ബ്രെയിൻ വർക്കും കൂടി ഉണ്ട് അതിനകത്ത്. മറ്റതിൽ നമുക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ പാട്ടുകളല്ലേ. ഈ ആവർത്തി ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് ഈ ത്രോട്ടിൻ്റെ കാര്യം. പക്ഷേ അത് എപ്പോഴും ഒരു കലാകാരിയെ അല്ലെങ്കിൽ പാട്ടുകാരിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യമാണ്. ചിത്ര ചേച്ചിയെ പോലുള്ള ആൾക്കാരൊക്കെ ഇതിനകത്ത് യേശുദാസ് സാറിൻ്റെയൊക്കെ ഒരു പിൻതലമുറക്കാരാണ്. പക്ഷേ SBB ഒന്നും അങ്ങനെ ആയിരുന്നില്ല. ഈ ഗണത്തിൽ എവിടെയാണ് ആശയം നിൽക്കുന്നത്? കാരണം എന്ന് വെച്ചാൽ ഇതിനെങ്ങനെ ഉപയോഗിക്കണമെന്നതിനെ സംബന്ധിച്ച് SBBക്കും യേശുദാസ് സാറിനും അത് വളരെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ശരീരം എന്ന് പറഞ്ഞാൽ ഓരോ ആളുകൾക്കും ശരീരവും അത് നമ്മൾ ഒരുപാട് കാലം കൊണ്ട് ഉണ്ടാക്കിയെടുക്കണതാണ് എന്തായതിനുള്ള സമീപനം എന്നുള്ളത്. ഇപ്പോൾ ഒരാൾ അവർ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ദാസ് സാർ ആവട്ടെ SPB സാർ തന്നെ പറയാറുണ്ട്, ഞാൻ ഈ ഒരാൾ സ്പൈഡർമാൻമാര് ചാടണമാര് കണ്ടിട്ട് അതുപോലെ എല്ലാവരും ചെയ്യരുത് പറയുമല്ലോ, നമ്മളൊരു വാർണിംഗ് കൊടുക്കുമല്ലോ എപ്പോഴും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരാൾക്കുള്ള ഭക്ഷണ സാധനം ആയിരിക്കില്ല മറ്റൊരാൾക്ക് ബുദ്ധിമുട്ട്. ഇപ്പം ചിത്ര ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ചേച്ചി വളരെയധികം കെയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഇപ്പം എല്ലാ ദിവസം എന്ന് പറഞ്ഞ മാതിരി ചേച്ചി ഇങ്ങനെ വളരെ അടുത്തടുത്ത് കാണുന്നതുകൊണ്ട് ആ ഒരു ചിട്ട നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ഇൻസ്പയർ ചെയ്യും. പക്ഷെ അപ്പം തന്നെ ചേച്ചി തന്നെ നമ്മളോട്, ഞാനൊക്കെ മത്സരാർത്ഥിയായിരുന്ന കാലത്ത് ചേച്ചി പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഓവർ പാമ്പേർഡായിട്ട് എനിക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നത് പോലെ ആവരുത്, നിങ്ങൾ കുറച്ചും കൂടിയൊക്കെ ഒന്ന് എക്സ്പോസ്ഡ് ആവണം ഈ ഇതിനോട് എന്നൊക്കെ. അപ്പം അങ്ങനെയുണ്ട്. അത് ചേച്ചിയുടെ വർഷങ്ങളുടെ ഒരു അവനവൻ്റെ മുകളിലുള്ള റിസർച്ചിൻ്റെതായിരുന്നു ചേച്ചി ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് ചിലപ്പോൾ അത് തന്നെ വേറൊരാൾക്ക് വർക്കായിക്കൊള്ളണം എന്നില്ല. അത് അവർ തന്നെ പറഞ്ഞു തരാറുണ്ട് നമ്മളോടൊക്കെ. ഓരോ ആളുകൾക്കും ഓരോന്നാണ്.
ഞങ്ങൾ ചേച്ചിയോട് ചോദിക്കും, കാരണം എല്ലാ ലെജൻസുമായിട്ടും വർക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ചേച്ചി. അപ്പോൾ എങ്ങനെ അവരെന്താ ചെയ്യുക, ഇവരെന്താ ചെയ്യുക? അപ്പോൾ ചേച്ചി ഓരോരുത്തരും ഓരോ പോലെയാണ്. നമുക്കും അത് തന്നെയാണ്. അപ്പം ഞാൻ കുട്ടിക്കാലം മുതലേ ശീലിച്ച ചില കാര്യങ്ങൾ ഇപ്പം എനിക്ക് പെട്ടെന്ന് തുടങ്ങാൻ പറ്റില്ല. എന്നാൽ ഒരു റിബലായി കഴിയാമെന്ന് വിചാരിച്ച് തുടങ്ങിയാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, പണി കിട്ടും. പക്ഷെ നേരെ മറിച്ച് ചില ആളുകൾ അതൊന്നും ഇല്ലാണ്ട് തന്നെ പാടണം കാണാറുണ്ട്. അപ്പം അത് നമ്മൾ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം എനിക്കൊക്കെ നെയ്യുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ബ്രേക്ക് എടുക്കുകയാണ്, ഒരു പാട്ടിൻ്റെ ഇടയിൽ ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ പല്ലവി പാടി അതേ ടോണേ ആയിരിക്കില്ല അതിന് ശേഷം. അപ്പം ഒരു തവണ നമ്മൾ ആഹാരത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് അത് കഴിക്കും, രണ്ടാമതും കഴിക്കുമ്പോൾ നമ്മളിത് മനസ്സിലാക്കും എന്താ അന്ന് രണ്ടിലും കോമൺ ആയിട്ട് എന്താ സംഭവിച്ചത്, അപ്പോൾ ഇതാണ് ആ ഫാക്ടർ ഒഴിവാക്കുക. അതാണ് ഈ കങ്കൾ നീയെ നല്ല പാട്ടാണ്, പക്ഷെ അതിന്റെ തെലുഗു രസമാണ്. അത് പറ്റുവാണെങ്കിൽ ഒന്ന് പാടും. തെലുഗു അതിന്റെ തെലുങ്ക് ഫോണൊക്കെ എടുക്കേണ്ടി വരുമ്പോ എനിക്ക് ഞാൻ അന്ന് ഒറ്റൊന്ന് വായിച്ചേ ഉള്ളൂ. ഞാൻ പുതിയൊരു തെലുങ്ക് പാട്ട് പാടട്ടെ. ഞാനിപ്പോ ഹിഷാം കാര്യം ചെയ്യോ, കങ്കൾ നീയെ തമിഴ് ജസ്റ്റ് ഒന്ന് പാടിയ ശേഷം പാടാം. കൺകൾ നീയേ കാറ്റും നീയേ തൂണിൽ നീ തുരുമ്പിൽ നീ വണ്ണം നീയേ വാനും നീയേ ഊനും നീ ഉയരും നീ. ഇപ്പൊ വീണ്ടും ഞാൻ ബോംബെ ജെയ്സിലോ സീരിയസ്ലി അടിപൊളിയാണ്. ആ വോയിസ് കേട്ടിരിക്കുന്ന അതേ സിമിലർ ആയിട്ടാണ് ഞാൻ ശരിക്കും സിതാരയെ കേട്ടിരിക്കുന്നത്. ഇനി അതിലേക്ക് പോകാം നമുക്ക്. പുതിയ പാട്ട് ഹിഷാമിന്റെ കോമ്പോസിഷൻ ആണ്, ഹൈ നന്ന എന്ന് പറഞ്ഞ പടത്തിൽ. എനിക്കത് ഭയങ്കര സന്തോഷമായ പാട്ടാണ്. എൻ്റെ മലയാളവും കന്നഡയും തെലുങ്കു വേർഷൻ എന്നെ കൊണ്ടാണ് പാടിച്ചേക്കുന്നത് ഹിഷാം. അപ്പം അത് അവിടെ ഇപ്പോൾ തിയേറ്ററുകളിൽ വലിയ ഹിറ്റായിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. ഹിഷാമിനെ പോലെയുള്ള കമ്പോസേഴ്സൊക്കെ ഹിഷാമിൻ്റെയൊക്കെ ആദ്യ സിനിമ മുതൽ പാടിയിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ അവിടെയൊക്കെ പുറത്തു പോയി ഇത്രയും ഫേമസ് ആയിട്ടുള്ള കമ്പോസേഴ്സ് ആവുന്നതിൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. సమయమా బలసాయం చేసావన్న ఒట్టుగా కనులగే తన రూపానన్న చెవేగొట్టుగా ఇది సరిపోదా సరసర త్వరపడకో తదుపరి కథ ఎటుకో ఎటు మరి తన నడకో చివరికి ఎవరెనకో సరసర తొడపరకో తదుపరి కథ ఎటుకో ఎటు మరి తన నడకో చివరికి ఎవరెనకో. എന്തെങ്കിലും ഭാഷാപരമായിട്ടുള്ള തെറ്റുണ്ടെങ്കിൽ അവർ ക്ഷമിക്കണം. ഇതിന്റെ മലയാളം എന്താണ്? അതിന് മലയാളം ഇതേമാതിരി നോക്കേണ്ടി അത് വേണം. ഹൃദയമേ നിൻ താളം താനെ മാറും എന്തിനോ അരികിലാ കൺമുന്നിൽ ലോകം പാടെ മാറിയോ പ്രണയമിതാണു ഉണരുക നീ മനസ്സേ മറുകരയിനി എവിടെ അവളുടെ പുലരി വരെ തുഴയുമോ നീ തനിയേ. അടിപൊളി. അതുകൂടെ കേട്ടപ്പോഴാണ് അത് പൂർണ്ണമായത്. ഹിഷാമിനെ കുറിച്ച് പറഞ്ഞതുപോലെ സുഷിൻ ശ്യാമിൻ്റെ ചെരാതുകൾ പാടുന്ന സമയത്ത് കുമ്പളങ്ങി നൈറ്റ്സിൽ ഭംഗിയായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ കുറേ കൂടെ ഈ കാലത്തിന് യോജിക്കുന്നവരായിട്ട് ആണ് പൊതുവിൽ മനസ്സിലാക്കുന്നത്. ചില BGMകളാണ് നമ്മളെ തിയേറ്ററിലേക്ക് ആകർഷിക്കുന്നത്. ഈ അടുത്ത് ഞാൻ കണ്ണൂർ സ്കോഡ് കാണുന്ന സമയത്ത് ചേസിങ് നടക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ മ്യൂസിക് നിർത്തല്ലേ എന്ന്. അപ്പോൾ ഞാൻ സംവിധായകനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ അത് അത്രയും പെട്ടെന്ന് കട്ട് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കുറേ ഷോട്ട് ഉണ്ടായിരുന്നു, നോർമലി തന്നെ ലാഗ് വരുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒഴിവാക്കിയതാ, പക്ഷേ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയെന്ന് പറയും. ഈ പുതിയ കാലഘട്ടത്തിലെ മ്യൂസിക് ഡയറക്ടേഴ്സിനെ കുറിച്ച് വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള അവർ ഭയങ്കര അതിൽ ഒന്നിലും ഒരു കുറവില്ല എന്നുള്ളത്. മെലഡി സൈഡിലും ഒരു കുറവില്ല, എന്നാൽ ടെക്നിക്കലി ആ ടെക്നോളജി അവർ ഉപയോഗിക്കുന്നതും അതിഗംഭീരമായിട്ടാണ്. എല്ലാവരും മ്യൂസിഷ്യൻസ് എന്നുള്ള രീതിയിലും പ്രൊഡ്യൂസേഴ്സ് എന്നുള്ള മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് എന്നുള്ള രീതിയിൽ അല്ല പ്രൊഡക്ഷൻ സൈഡിലൊക്കെ നല്ല ജ്ഞാനമുള്ള ആൾക്കാരാണ്. അപ്പം അവർക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്നല്ല. ഇപ്പം ജസ്റ്റിൻ്റെ പാട്ടുകളൊക്കെ എടുത്ത ജസ്റ്റിൻ്റെ BGM ഒക്കെ ചാവേറിലേക്ക് ഇങ്ങനെ നമ്മൾ ഹോണ്ട് ചെയ്യുന്നതാണ് അല്ലേ. അപ്പം അങ്ങനെ എല്ലാവരും തന്നെ, അല്ലാണ്ട് നമുക്ക് ആർക്കും ഈ പറഞ്ഞ മാതിരി ഇതൊരു ഒരു വലിയ മീഡിയം അല്ലേ സിനിമ എന്ന് പറയുന്നത്. അതിനെ ഇങ്ങനെ ഇത്തരം സന്ദർഭങ്ങളെയൊക്കെ താങ്ങി നിർത്തുന്ന പാട്ടുകളോ മ്യൂസിക് അങ്ങനെയുള്ളവർ നിലനിൽക്കുള്ളൂ, അവർക്കല്ലേ വർക്ക് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഞാൻ
നമ്മൾ വർക്കിംഗ് എക്സ്പീരിയൻസ് ആണെങ്കിൽ തന്നെ വളരെ ഡെഫിനറ്റ് ആണ് അവർ. ഉം. അത് ഈ കാർക്കശ്യം എന്ന് പറയുന്നത് അത് വാക്കുകൾ കൊണ്ട് ഉണ്ടാവണം എന്നില്ല. നമ്മളിപ്പോൾ എന്താ പറയുക, അത് അവർ ഗൗരവത്തിൽ പറയണമെന്ന് പോലും ഇല്ല. പക്ഷെ അവർക്ക് അറിയാം എന്താ വേണ്ടതെന്ന്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഇങ്ങനെ മാറണേൽ അവരും വലിയ താല്പര്യമൊന്നും കാണിക്കില്ല. സമപ്രായക്കാരായതുകൊണ്ടൊക്കെ ചിലപ്പം നമുക്ക് ആ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്പേസ് ആയിരിക്കും ഇപ്പം കിട്ടണേ. പലരും ഈ പറഞ്ഞ മാതിരി ഞങ്ങളുടെയൊക്കെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അതും കഴിഞ്ഞിട്ടുള്ള ആൾക്കാരും വന്നിട്ടുണ്ട് ഇപ്പം, വളരെ യങ് ആയിട്ടുള്ള മ്യൂസിഷ്യൻസ്. അപ്പോൾ അവരത് വളരെ സൗഹൃദത്തിലാണ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് വെച്ചിട്ട് അതിൻ്റെ നിർബന്ധ ബുദ്ധിയിലൊന്നും ഒരു കുറവുമില്ല. ഈ അടുത്ത് സൈന റിലീസ് ചെയ്ത മഹല്ല പാട്ടിൻ്റെ പേജ് കണ്ടപ്പോൾ അതിൽ സിതാരയുടെ, അതായത് ആർട്ടിസ്റ്റുകളുടെ പടമല്ല കൊടുത്തേക്കുന്നത്, പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് സിതാരയുടെ പടമാണ്. മ്യൂസിക്കൽ വീഡിയോ ആകുമ്പോൾ അങ്ങനെ കൂടെ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ സിതാര ഒരുപക്ഷെ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സൗന്ദര്യബോധത്തിനായിട്ട് ഇടയിൽ എവിടെയോ നന്നായിട്ട് പെട്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ അത് അവർക്ക് യോജിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അതുമായിരിക്കും ഒരു മാർക്കറ്റ് കിട്ടുന്നത്. ഒപ്പം ആ 2 വരികളൂടെ പാടിയിട്ട് ഉത്തരം പറഞ്ഞു. കരിമേഘത്തഴപ്പിലും കൊടിമിന്നൽ പിണരുണ്ട്, കരിങ്കടൽ കടന്നാലും കരയൊന്നുണ്ട്, കറുത്തവറുതിയിൽ ഉദിക്കും പൂനിലാവുണ്ട്, കഥനത്തിൻ പുഴക്കരെ കടവൊന്നുണ്ട്, തോണി കടവൊന്നുണ്ട്, നീസ ഗരി ഗരി സനീസ നീസ ഗരി ഗരി സനീസ. ഹിറ്റാവും. പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സ്പേസ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കണം. ഈ മലയാളിയുടെ സൗന്ദര്യബോധം, സൗന്ദര്യ സങ്കല്പം എന്നൊക്കെ പറയണതിൽ ഫിറ്റിനാവുക എന്ന് പറയണത് അതിൻ്റെ ഒരു ആവശ്യം പോലും ഉണ്ടെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഉണ്ടാക്കിയെടുത്തതാണ് മലയാളിക്ക് എന്ന് പറഞ്ഞിട്ട് ഇന്ന തരത്തിലുള്ളൊരു, നമ്മളെന്താ പറയുക, ഭയങ്കര ഈ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഒക്കെ മാധ്യമങ്ങളാവട്ടെ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്തതാണല്ലോ. നമ്മൾ ഒരു ഓണം വരുമ്പോൾ, വിഷു വരുമ്പോൾ വേഷ്ടി മുണ്ട് ഉടുക്കുക, അല്ലെങ്കിൽ ചന്ദനക്കുറി തൊടുക, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. ഇതൊന്നും അല്ല ഇവിടുത്തെ. നമ്മൾ റൂട്ട്സിലേക്കോ പിന്നാമ്പറത്തേക്കോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നുമായിട്ട് ഒരു ബന്ധവുമില്ല. അതൊക്കെ അതിന് കുറേ കച്ചവടം ഉണ്ട് അതിൻ്റെ പുറകിൽ. ബിസിനസ് ഇൻവോൾവ്, ഈ പറഞ്ഞ പോലെ ബിസിനസ് ഇൻവോൾവ് ആണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ. നമ്മളെല്ലാം ആഫ്രിക്കക്കാരാണ്. അതെ അതെ അതെ. റൂട്ട്സ് നോക്കുമ്പോൾ നമ്മളെല്ലാം സ്റ്റാൻഡർഡൈസ് ചെയ്യാണ്. ഇന്ന രീതിയിലാണ് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഇന്നതാണ്. അങ്ങനെ ഒരിക്കൽ ഞാൻ ഇങ്ങനെ സംസാരിക്കേണ്ടി പോലും വന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ചോദിച്ചു എന്നോട്, ഇങ്ങനെ ബോഡി ഷേമിങ്ങിൻ്റെ കൊണ്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും, ഒരു പ്രാവശ്യം ഞാൻ മേക്കപ്പ് ഇങ്ങനെ മാറ്റിയിട്ട് അപ്പോൾ എന്നോട് ചോദിച്ചു. സത്യത്തിൽ എന്നോടാരും ഹേർട്ട് ചെയ്ത് സംസാരിച്ചിട്ടല്ല. പക്ഷേ ഈ പറഞ്ഞ മാതിരി നല്ലത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നല്ലൊരു ഭംഗിയിൽ ഒരു സാരിയൊക്കെ ഉടുത്ത്, അല്ലെങ്കിൽ അവർ വിചാരിക്കണ മാതിരി സാരി നമ്മുടേതല്ല, അല്ല സാരി നമ്മുടേതല്ല. അപ്പം വേഷ്ടി മുണ്ടുടുക്കുന്നു, നല്ലോണം ഫുൾ മേക്കപ്പ് ചെയ്യുന്നു, മുടിയൊക്കെ കെട്ടുന്നു, പൂവൊക്കെ വെച്ച് നിൽക്കുന്ന സമയത്ത് അവർ നല്ല സ്ത്രീയാണ് അല്ലെങ്കിൽ നല്ല ആളാണ്. അതേപോലെ തന്നെ പുരുഷന്മാരുടെ കാര്യത്തിലും അവരുദ്ദേശിക്കുന്ന പോലെ നിൽക്കുകയാണ്. നേരെ മറിച്ച് കുറച്ച് മുടിയൊക്കെ നീട്ടിയിട്ട്, ഞാൻ ആൺകുട്ടികളുടെയും പുരുഷന്മാരുടെയും കാര്യം കൂടി പറഞ്ഞിട്ട് പറയണം, മുടിയൊക്കെ നീട്ടി അല്ലെങ്കിൽ താടി നീട്ടിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇതേപോലെ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള മുഷിഞ്ഞതോ എന്തോ ആവട്ടെ. നമ്മളിപ്പോൾ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ പുറപ്പെട്ട് ഒരുങ്ങിയല്ലല്ലോ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ അത് അവർ എന്തോ പ്രശ്നമുണ്ട്, അവർക്ക് എന്തോ മോശപ്പെട്ടവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് സോഷ്യൽ ടാഗുകൾ അവരുടെ മുകളിൽ ചെന്ന് ചേർക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായിട്ടുള്ള രീതിയേ അല്ല അത്. പക്ഷെ അത് തെറ്റാന്ന് പോലും തിരിച്ചറിയേണ്ടാണ് ആൾക്കാർ ചെയ്യണത്. നമ്മൾ പുകഴ്ത്തുക എന്നുള്ള പോലെ പറയണേ. ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗി എന്ന് പറയുമ്പോൾ എനിക്കത് ആസ്വദിക്കാൻ പറ്റാറില്ല. കാരണം എനിക്ക് എൻ്റെ മനസ്സിൽ അപ്പോൾ ഓർമ്മ വരിക, ഞാനൊന്ന് മേക്കപ്പ് ചെയ്യാൻ എടുത്ത സമയം, അതിൻ്റെ ഡിസ്കംഫർട്ട്, ഇരുന്ന് മേല് നമുക്ക് കംഫർട്ടബിൾ അല്ലാണ്ട് മുടിയൊക്കെ കെട്ടി വെച്ച് ഇരുന്നതിൻ്റെ അതെങ്ങനെയെങ്കിലും പറിച്ച് കളഞ്ഞാൽ മതിയെന്ന് തോന്നുന്ന ദിവസമാണ് എനിക്ക് ഓർമ്മ വരിക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഭംഗിയുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ അത് എൻജോയ് ചെയ്യാറില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കംഫർട്ടബിൾ അല്ലാത്ത സമയത്തൊക്കെ, ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി നമ്മളൊരു മീഡിയത്തിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുമ്പം നമുക്ക് ഒരുപാട് പേഴ്സണൽ കടുംപിടുത്തങ്ങൾ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഞാനത് ചെയ്യാറില്ല. അതെന്താ വെച്ചാൽ അതൊരു സമയനഷ്ടമാണ്. അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക, പിന്നെ ഈ വസ്ത്രം ഞാൻ ഇന്ന് എന്തിനു ധരിക്കണം എന്നൊക്കെ ചോദിച്ച് ആ ഒരു എഫർട്ട് എടുക്കാനുള്ളൊരു മടി കൊണ്ടല്ല, അല്ലാണ്ട് എനിക്ക് അഭിപ്രായം ഇല്ലാത്തതുകൊണ്ടല്ല. മിക്ക ദിവസവും ഞാനിങ്ങനെ ഡ്രസ്സിങ് റൂമിൽ നിന്നിട്ട് പറയിച്ചത് ഇന്ന് എന്തിനാണ് ഇങ്ങനത്തെ ഒരു വേഷം ആലോചിക്കാറുണ്ട്. പിന്നെ ഒരാളെ അല്ലേ ഈ ഐഡിയയും കൊണ്ട് നടക്കുന്ന ഒരു 100 പേരോട് നമ്മൾ തർക്കിക്കാൻ നിൽക്കണം. അപ്പം അതുകൊണ്ട് അവരുടെ ആ ഒരു ദിവസം അങ്ങനെയാണ് അവർ ഡ്രസ് ഡിസൈനൊക്കെ വെച്ചിരിക്കും. ഇപ്പോൾ കോസ്റ്റ്യൂം ഡിസൈനേഴ്സൊക്കെ ഉണ്ടാവും നമുക്കെല്ലാവരും, അവർ കൊണ്ടുവരതായിരിക്കും.
പിന്നെ നമ്മൾ ഇത് വേണ്ടാന്ന് പറയുമ്പോൾ അവരുടെ മുഖം പാടുന്നതും കാണണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. അല്ലാണ്ട് ഈ ഭംഗിയുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഒട്ടും എൻജോയ് ചെയ്യാറില്ല അത്.